2n-2 എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഇത് കോഷ്യന്റ് റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ ഡിവിഷന്റെ റൂൾ അനുസരിച്ച് എഴുതാൻ പാടില്ലേ? പറ്റും. അതായത് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈക്വൽ ടു a⁻m-n. 30 പദങ്ങളുടെ തുക അതുപോലെ തൊട്ടടുത്ത 30 പദങ്ങളുടെ തുക. ഓക്കെ, ഇവിടെ രണ്ട് നമ്പറും സെയിം ആണ് അല്ലെ? ഈ രണ്ട് നമ്പറും ഡിഫറെന്റ് ആയാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് മാത്രം നിങ്ങൾ പഠിച്ചു നോക്കുക. അതായത് ഇത് ചെയ്തെഴുതാൻ നിങ്ങൾ നിൽക്കണ്ട. ഈ കൃത്യക നിയമങ്ങളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചോദ്യ പേപ്പറുകളിൽ സാധാരണ ഇത് വരാറില്ല അല്ലെ? വന്നു കഴിഞ്ഞാൽ വരുമ്പോ 1ഓ 2ഓ ഒക്കെ ആയിട്ടാണ് വരുന്നത്, ശരിയല്ലേ? അപ്പൊ അതിൽ നിന്ന് അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യക നിയമങ്ങളെ ഒഴിവാക്കി നിർത്തരുത്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി ഭാഗത്ത് നിന്ന് കുറച്ച് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ LDC പരീക്ഷ നടക്കുന്നുണ്ട്. അതിനകത്ത് തിരുവനന്തപുരം, കൊല്ലം പരീക്ഷകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കി പരീക്ഷകൾക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു അല്ലെ? അപ്പൊ ഈ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഈ സീസണിൽ നടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ പരീക്ഷ കാലഘട്ടത്തിൽ നടക്കുന്ന മറ്റു ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ, അതിനകത്തുള്ള പ്രാധാന്യം, അതിനകത്തുള്ള SCERT ഫാക്ട്സ് അതുകൂടി ഒന്ന് നോക്കി വെച്ചാൽ നമ്മുടെ പരീക്ഷാ ഹാളിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാലേ ഈ അടുത്തടുത്ത് വരുന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് അല്ലെ? നിങ്ങൾ അടുത്തടുത്ത് നടന്ന പല പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ചില പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് ചില വാല്യൂസ് ഒക്കെ മാറ്റിയിട്ടിട്ട് തന്നെ അടുത്ത പരീക്ഷകൾ ചോദിച്ചു വരുന്ന ആ ഒരു രീതിയിലാണ്. ഒരേ നിലവാരത്തിലുള്ള ഇപ്പൊ 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്ത ശേഷം ഒരേ നിലവാരത്തിലുള്ള ചോദ്യ പേപ്പറുകൾ ഒന്ന് നോക്കി വെക്കുന്നത് എപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷം ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു പരീക്ഷയാണ്, 10th ലെവൽ പരീക്ഷയാണ്. മെയിൻസ് എക്സാം ആയിരുന്നു. ലാബ് അറ്റൻഡർ പരീക്ഷ ഓർമ്മ കാണും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ഒരു പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി ഭാഗത്ത് നിന്ന്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല, ഓപ്ഷനിലേ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ആ ചോദ്യങ്ങൾ കൂടി നമ്മളൊന്ന് നോക്കി വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ആ ചോദ്യങ്ങൾ എന്താണ്, അത് ചെയ്തെടുക്കാനുള്ള മാർഗം എന്താണ് എന്നൊക്കെ ഒന്ന് നോക്കി വെക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഓക്കെ, റെഡിയാണോ? റെഡി ആണെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. പലരും ചെയ്ത് നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതിൽ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2n - 2n-2 ഈക്വൽ ടു 96 ആയാൽ n-ന്റെ വില എന്ത് എന്നാണ്. ദ എക്സ്പോണൻസ്, കൃത്യങ്ക നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമായിരുന്നു അല്ലെ? ഇത്തരത്തിലൊരു ചോദ്യം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ കണ്ടോ, സാധാരണഗതിയിൽ നമ്മൾ ഓപ്ഷൻ എന്ന വാല്യൂസ് ഇട്ട് നോക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓപ്ഷൻ എടുത്തിട്ടേ ഇപ്പൊ n-ന് പകരം 2n-ന് പകരം എന്ത് ചെയ്യാം? 8 കൊടുക്കുക അല്ലെ? ഇപ്പൊ n-ന് പകരം 8 കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് എഴുതാം? 2/8 മൈനസ്, കണ്ടോ, 2n-2 എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? 8 - 2 എന്നാണ്. അപ്പൊ 2/6 കണ്ടോ? അപ്പൊ 2/8 മൈനസ് 2/6 എന്ന് നമുക്ക് എഴുതാം. എടാ 2/8 എന്ന് വെച്ചാൽ എത്രയാ? 2-ന്റെ 8ാമത്തെ പവർ എന്ന് വെച്ചാൽ ആരാന്നറിയോ? അത് 256 ആണ്, ആണല്ലോ. ഈ 256-ൽ നിന്ന് 2/6 ആരാണെന്ന് അറിയാവോ? 64. ഇത് കുറച്ചാൽ നമുക്ക് ഈ 96, അവിടെ ഈക്വൽ ടു 96 എന്നാണ് തന്നിരിക്കുന്നത്, 96 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ അത് കുറച്ച് നോക്കാതെ തന്നെ നമുക്കറിയാം 256-ന്ന് 64 കുറച്ചാൽ ഒരിക്കലും എന്ത് കിട്ടില്ല? 96 കിട്ടില്ല. അപ്പൊ അതല്ല, അതായത് 8 എന്ന് പറയുന്ന ഓപ്ഷൻ അല്ല ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് 9 എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. അപ്പൊ 2/9 കിട്ടും അല്ലെ? ഈ 9-ൽ നിന്ന് 2 കുറയ്ക്കുക, n-2 ആണല്ലോ. അപ്പൊ 2/7 എടുക്കുക, ശരിയല്ലേ? 2/9 എന്ന് വെച്ചാൽ എത്ര കിട്ടുന്നത്? 2 × 2 × 2, അങ്ങനെ എത്ര തവണ? 9 തവണ എഴുതണം അല്ലെ? അപ്പൊ നമുക്ക് ഈ 2-ന്റെ ടേബിൾ അല്ലെങ്കിൽ 2-ന്റെ പവേഴ്സിന്റെ ഒരു ടേബിൾ കാണാതെ അറിയാമെങ്കിൽ ഈസി ആയിരിക്കും. 2/1, 2/2, 2/3, അങ്ങനെ 2/10 വരെ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ 2/9 ആരാണെന്ന് നമുക്കറിയാം. അതെത്രയാ? 512 ആണ്. അതിൽ നിന്ന് 2/7-നെ മൈനസ് ചെയ്യുക അല്ലെ? 2/7 എന്ന് വെച്ചാൽ ആരാന്നറിയോ? 2/8 256 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2/7 128 ആയിരിക്കും അല്ലെ? ഇവരെ തമ്മിൽ കുറച്ചാൽ എന്തായാലും 96 കിട്ടില്ലല്ലോ, കിട്ടില്ല. അപ്പൊ അതുമല്ല ആൻസർ. ഓക്കെ, ഇനി നമുക്ക് 6 കൊടുത്തു നോക്കാം. 2/6 മൈനസ്
2/4. 2/6 എത്രയാണെന്ന് നമുക്കറിയാം, 64. 2/4 എത്രയാണെന്ന് നമുക്കറിയാം, 16. ഇവരെ തമ്മിൽ കുറച്ചാൽ 96 കിട്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പൊ ഈ 3 നമ്പറും അല്ല ആൻസർ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാം, ഇവയൊന്നുമല്ല എന്ന ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിടികിട്ടിയോ? ഇങ്ങനെ നമുക്ക് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. പക്ഷെ ഈ 2ന്റെ പവർ കൃത്യമായിട്ട് എഴുതാൻ അറിയാത്തവർ, അല്ലെ 2/1, 2/2, 2/3 ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടില്ലാത്തവർക്ക് പണി കിട്ടും. കാരണം എന്താ? നമുക്കിത് കണ്ടുപിടിക്കണം, പിന്നെ അത് അവിടെ വാല്യൂ അപ്ലൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കുറച്ച് നോക്കണം. അത് വലിയ ജോലിയായിരിക്കും. അപ്പൊ ആ വഴിക്ക് പോകണ്ട. 2ന്റെ പവർ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അറിയില്ല എങ്കിൽ ആ വഴിക്ക് പോകണ്ട. ഓക്കെ, ഇനി നമുക്ക് ശരിക്കും ഇത് കൃത്യങ്ക നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അതായത് ഇപ്പോ തന്നിരിക്കുന്നത് 2/n 2/n മൈനസ് 2/n-2 എന്നല്ലേടാ. ഓക്കെ, 2/n-2 എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് എന്തെഴുതാം? ഇത് കോഷ്യന്റ് റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ ഡിവിഷന്റെ റൂൾ അനുസരിച്ച് എഴുതാൻ പാടില്ലേ? പറ്റും. അതായത് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, a/m ഡിവൈഡഡ് ബൈ a/n ഈക്വൽ ടു a/m-n എന്ന് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും 2/n-2 എന്താണെന്ന് വെച്ചാൽ 2/n ഡിവൈഡഡ് ബൈ 2/2 എന്നാണ്. ഓർത്തോ, 2/n-2 എന്ന് വെച്ചാൽ ആരാണ്? 2/n ഡിവൈഡഡ് ബൈ 2/2 എന്നാണ്. അപ്പൊ ഇതിനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2/n ഡിവൈഡഡ് ബൈ 4 എന്ന തരത്തിൽ എഴുതാം. അപ്പൊ 2/n-2 എന്നതിനെ 2/n ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാൻ പറ്റും, അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ ഈ സ്ട്രക്ചറിലേക്ക്, ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ട്രക്ചറിലേക്ക് കൊണ്ടുപോവാണ്. 2/n-2 ആണല്ലോ. അതിന് പകരം നമുക്ക് എന്തെഴുതാൻ പറ്റും? 2/n ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാൻ പറ്റുമല്ലോ. മനസ്സിലായോ? 2/n-2/n ഡിവൈഡഡ് ബൈ 4. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് 2/n എടുക്കാം, അല്ലെ? ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് 2/n എടുത്തു കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ 1 മൈനസ് 1/4 അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. കണ്ടോ, രണ്ട് സ്ഥലത്തു നിന്നും 2/n നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ? 1 മൈനസ് 1/4. ഒന്നിൽ നിന്ന് 1/4 കുറയ്ക്കാം, അല്ലെ? അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് 4 കുറച്ചാൽ ബാക്കി എത്രയാ വരുന്നേടാ? 3/4. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 2/n ഇൻറ്റു 1 മൈനസ് 1/4 എന്ന് വെച്ചാൽ ആരാണ്? 3/4 ആണ്. ഓക്കെ, ഈക്വൽ ടു ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നു എന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്? 96 എന്നല്ലേ? അപ്പൊ ആ 96 അവിടെ തന്നെ കൊടുത്തു. ഓക്കെ, ഇവിടെ നിന്ന് 2/n എഴുതാൻ പോവാണ്. 2/n ഈക്വൽ ടു, കണ്ടോ ഇവിടെ ഒരു 3/4 ഇൻറ്റു ചെയ്തിട്ടുണ്ടല്ലോ. ഇതേ 3/4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാലോ? ഈക്വൽ സൈനിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്ത് കിട്ടും? 96 അല്ലെ? ഇൻറ്റു, കണ്ടോ 3/4 എന്നുള്ളത് എങ്ങനെ എഴുതുക? 4/3 എന്ന് എഴുതുക. പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ 96നെയും ഈ 3നെയും കൂടെ അങ്ങ് ക്യാൻസൽ ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 32 എന്ന് കിട്ടും, അല്ലെ? 32 ഇൻറ്റു 4 എടുത്തോ. 32നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 128 എന്ന് കിട്ടും. 128 ആരാണെന്നറിയോ? 128 2ന്റെ എത്രാമത്തെ പവർ ആണെന്നറിയോ? 2നെ എത്ര തവണ എഴുതി ഗുണിച്ചാൽ 128 കിട്ടും എന്നറിയോ? 7 തവണ എഴുതി ഗുണിക്കണം. എത്ര തവണ? 7 തവണ. അതുകൊണ്ട് തന്നെ 2/n എന്നത് 128 ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് 2/7 എന്ന് എഴുതാടാ. മനസ്സിലായോ? 2/n എന്നുള്ളത് ആരാണ്? 2/7 ആണ്. അതുകൊണ്ട് തന്നെ n-ന്റെ മൂല്യം ആരാണ് എന്ന് ചോദിച്ചാൽ 7 ആണ്, 7 ആണ്. n-ന്റെ മൂല്യം 7 ആണ്. പിടികിട്ടിയോ? ഇത് കൃത്യങ്ക നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരിട്ട് ചെയ്തതാണ്. 2/n-2 എന്ന് പറയുന്ന ആ സ്ട്രക്ചറിനെ നമ്മൾ 2/n ഡിവൈഡഡ് ബൈ 2² എന്ന് എഴുതി. അതിനെ തന്നെ 2/n ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതി, അല്ലെ? 2/n-ൽ നിന്ന് 2/n ഡിവൈഡഡ് ബൈ 4 കുറച്ചപ്പോ 2/n കോമൺ ആയിട്ട് എടുത്തു, 1 മൈനസ് 1/4 കിട്ടി. 1 മൈനസ് 1/4 എന്ന് വെച്ചാൽ ആരാ? 3/4 ആണ്. അപ്പൊ 2/n ഇൻറ്റു 3/4 ഈക്വൽ ടു 96 ആണ്. അവിടെ നിന്ന് 2/n-ന്റെ മൂല്യത്തിലേക്ക് പോയി. അപ്പൊ n എന്തായിരുന്നു? 7 ആയിരുന്നു. ആ 7 ഓപ്ഷനിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ ചൂസ് ചെയ്യുന്നത് ഇവയൊന്നുമല്ല എന്നാണ്, അല്ലെ? ഈ പരീക്ഷയിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യം എന്ന് പറയാവുന്ന ഒരു ചോദ്യമായിരുന്നു. നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ എന്ത് പഠിക്കാറുണ്ട്?
ആ കൃത്യംഗ നിയമങ്ങൾ പഠിക്കാറുണ്ട്, ശരിയല്ലേ? ആ കൃത്യംഗ നിയമങ്ങളെ ഒന്ന് കണക്ട് ചെയ്യേണ്ടി വരും. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചോദ്യം അവിടെ ഇല്ല, ടെക്സ്റ്റ് ബുക്കിനകത്തില്ല. പക്ഷെ നമ്മൾ അവിടെ പഠിക്കുന്ന പല ഫാക്ടേഴ്സും ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യം, റൂട്ട് ഓഫ് 1 + 3 + 5 + 7 + എക്സെട്ര + 101 ഇതിന്റെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് 1, 3, 5, 7 എന്നിങ്ങനെ 101 വരെയുള്ള സംഖ്യകളുടെ തുക എടുക്കുക, എന്നിട്ട് അതിന്റെ റൂട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, അതിനകത്ത് തന്നിരിക്കുന്ന ആ ഒരു സീരീസ് ഇല്ലേ, ആ സീരീസിന്റെ പ്രത്യേകത എന്താ? അത് ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സ് ആണ്. ശരിയാണോ? ആണ്. ഈ ഓഡ് നമ്പേഴ്സിന്റെ തുക കാണാൻ നമുക്ക് അറിയില്ലടാ? അറിയാം. ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ തുക കാണാൻ n² എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പൊ ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ തുക കാണാൻ n² എന്ന് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ 101 കണ്ടാൽ ഉടനെ 101ന്റെ സ്ക്വയർ എന്ന് എഴുതരുത്. കാരണം എന്താന്ന് വെച്ചാല് 1, 3, 5, 7 ഈ ക്രമത്തിൽ പോവാണെങ്കിൽ 100 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 100 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 50 എണ്ണം ഓടും, 50 എണ്ണം ഈവനുമാണ്. അതുകൊണ്ട് തന്നെ 101 വരെ എടുത്താൽ എത്ര ഓഡ് നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ അവിടെ എത്ര പേരേ ഉള്ളൂ? 51 പേരേ ഉള്ളൂ, അല്ലെ? അതുകൊണ്ട് തന്നെ 1 + 3 + 5 + 7 അങ്ങനെ ഏതുവരെ 101 വരെ എടുത്താൽ അവരുടെ തുക എന്ന് പറയുന്നത് n² വരത്തുള്ളൂ, അല്ലെ? ഈ n² എന്ന് വെച്ചാൽ ആരാണ്? 51ന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കാണുന്ന 1 മുതൽ 101 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 51ന്റെ സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് ഇവരുടെ റൂട്ട് അല്ലേ, ഈ തുകയുടെ റൂട്ട് അല്ലേ? റൂട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് 51ന്റെ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. 51ന്റെ സ്ക്വയറിന്റെ റൂട്ട് എന്നാണ്. 51ന്റെ സ്ക്വയറിന്റെ റൂട്ട് എന്ന് വെച്ചാൽ എന്താ? 51 × 51 ആണല്ലോ അവിടെ ഉള്ളത്, അല്ലെ? അതിന്റെ റൂട്ട് എടുത്താൽ ഏതേ കിട്ടത്തുള്ളൂ? 51 തന്നെ കിട്ടത്തുള്ളൂ. കണ്ടോ? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ 51 ആണ്. പിന്നെ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യത്തിനകത്ത് ഉത്തരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിനകത്ത് പലരും എന്ത് ചെയ്തിട്ടുണ്ട്? 101 ഒക്കെ അടിച്ച് സമാധാനത്തോടു കൂടി വന്നിട്ടുണ്ട്. കാരണം എന്താ? ഈ 51 എന്ന് പറയുന്ന നമ്പറേ ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകും. പക്ഷേ അതിന്റെ ശരിയായ ചോദ്യം അല്ലെങ്കിൽ ശരിയായ ഉത്തരം, ശരിയായ ഓപ്ഷൻസ് നമ്മൾ പഠിച്ചു വെക്കണ്ടേ? വേണം. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ മൊത്തം എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടായിരുന്നു? 51 ഒറ്റ സംഖ്യകൾ ഉണ്ടായിരുന്നു. അവരുടെ തുക എന്ന് പറയുന്നത് 51ന്റെ സ്ക്വയർ ആണ്. നമുക്ക് പക്ഷെ എന്ത് വേണം? ഇതിന്റെ റൂട്ട് വേണം. 51ന്റെ സ്ക്വയർ, അതിന്റെ റൂട്ട് എടുക്കുക. 51ന്റെ സ്ക്വയറിന്റെ റൂട്ട് എന്ന് വെച്ചാൽ ആര് തന്നെയാണ്? 51 തന്നെയാണല്ലോ, ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഉറപ്പിക്കുന്നു, 51. ഓക്കെ. അടുത്തൊരു ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ്. അപ്പൊ 4 പ്രസ്താവനകളുണ്ട്. ഇതിൽ ശരിയായത് മാത്രം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. നമ്മൾ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകതകളെ കുറിച്ച് കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്, അല്ലെ? ഇവിടെ ഇപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെ, 1 മുതൽ 100 വരെ ആകെ 26 അഭാജ്യ സംഖ്യകൾ ഉണ്ട് എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? ഇത് കള്ളമാണ്, ശരിയല്ലേ? തെറ്റല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തത് തെറ്റാ. ഓക്കെ. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളെ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ പ്രൈം നമ്പേഴ്സിന്റെ കൂട്ടത്തിൽ എന്തില്ല? ഈവൻ നമ്പേഴ്സ് ഇല്ല എന്ന് പറയുന്നു. അത് തെറ്റാണ്, അതും കള്ളമാണ്, ശരിയല്ലേ? ഇവിടുത്തെ സത്യാരാ? അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. അതാരാ? 2 ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ തന്നെ ഇരട്ട സംഖ്യയാണ്. ആ ഒരെണ്ണം മാത്രമേ അഭാജ്യ സംഖ്യകളുടെ കൂട്ടത്തിൽ ഇരട്ട സംഖ്യ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യയുണ്ട് എന്നത് ശരിയാണ്. ഇതിൽ ആരൊക്കെയാണ് തെറ്റ്? 1ഉം 3ഉം തെറ്റാണ്. ആരൊക്കെയാണ് ശരി? 2ഉം 4ഉം ശരിയാണ്. അപ്പൊ 2ഉം 4ഉം ശരി എന്നിവിടെ പറഞ്ഞിട്ടുണ്ടോ എവിടെങ്കിലും? ഉണ്ട്. എവിടേക്കാ? സീല് നോക്കുമ്പോ കാണാം 2, 4 ഇവ ശരി. കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. കിട്ടിയോ? അപ്പൊ 2ഉം 4ഉം ശരിയാണെന്ന് എങ്ങനെ മനസ്സിലായി? നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ട്, അല്ലെ? അപ്പൊ ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത്. ഇപ്പൊ അഭാജ്യ സംഖ്യകളെ കുറിച്ചൊക്കെ പറയുമ്പം 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അഭാജ്യ സംഖ്യകളെ കുറിച്ചും അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകതയെ കുറിച്ചും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് പറയുന്നുണ്ട്? അഭാജ്യ സംഖ്യകളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇതെല്ലാം കൂടെ
ചേർത്ത് വായിക്കാം. അല്ലെങ്കിൽ തന്നെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ്സുകൾ നോക്കുമ്പോൾ അതിനകത്ത് തന്നെ ഈ അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകതയെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അഭാജ്യ സംഖ്യകൾ 1 മുതൽ 100 വരെ എടുത്താൽ എത്ര പേരേ ഉള്ളൂ? 25 പേരേ ഉള്ളൂ. അഭാജ്യ സംഖ്യകളുടെ കൂട്ടത്തിൽ ഒരു ഇരട്ട സംഖ്യ മാത്രമേ ഉള്ളൂ. അതാരാണ്? 2 ആണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ശരി? രണ്ടാമത്തേതും നാലാമത്തേതും ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. കുഴപ്പമില്ലല്ലോ. യെസ്. അടുത്തൊരു ചോദ്യം. 3, 9, 15 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക അതിനടുത്ത 30 പദങ്ങളുടെ തുകയിൽ നിന്ന് കുറച്ചാൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. ഈ ചോദ്യം മറ്റൊരു രീതിയിലും ചോദിക്കാം. 3, 9, 15 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ അല്ലെങ്കിൽ എന്ന ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളും തൊട്ടടുത്ത 30 പദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിക്കാം അല്ലെ. അല്ലെങ്കിൽ ആദ്യത്തെ 30 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 30 പദങ്ങളുടെ തുക എന്ന് ചോദിക്കാം. ഇതെല്ലാം സെയിം ആണ്. ഓക്കെ. ഈ രീതിയിൽ ഒരു നമുക്ക് തന്നിരിക്കുന്ന സമാന്തര ശ്രേണി അനുസരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു കാരണവശാലും എഴുതി ചെയ്യാൻ നിൽക്കരുത്. പലരുടെയും പ്രശ്നം അതാണ്. ആദ്യത്തെ 30 പദങ്ങളുടെ തുക എടുക്കുന്നു, അതിനുശേഷം 60 പദങ്ങളുടെ തുക എടുക്കുന്നു, അതിൽ നിന്ന് കുറയ്ക്കുന്നു അല്ലെ. അത് കുറെ സമയം നഷ്ടപ്പെടുത്തും. പകരം ഇതുപോലെ 30 പദങ്ങളുടെ തുക, അതുപോലെ തൊട്ടടുത്ത 30 പദങ്ങളുടെ തുക. ഓക്കെ. ഇവിടെ 2 നമ്പറും സെയിം ആണ് അല്ലെ. ഈ 2 നമ്പറും ഡിഫറെന്റ് ആയാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് മാത്രം നിങ്ങൾ പഠിച്ചു നോക്കുക. അല്ലാതെ ഇത് ചെയ്തെഴുതാൻ നിങ്ങൾ നിൽക്കണ്ട. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന 30 30 ഇല്ലടാ, ആ 30 30 30 × 30 എന്ന് ആദ്യമേ തന്നെ അങ്ങ് എഴുതിക്കോണം. ഇനി ഈ സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം എത്രയാന്ന് നോക്കുക. സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം എത്രയാണ്? 3, 9, 15 എന്നാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 9 അതിൽ നിന്ന് 3 കുറയ്ക്കുക 6 എന്ന് കിട്ടും. ആണല്ലോ. ഈ 6 ഇല്ലേ, ഈ പൊതു വ്യത്യാസം ഇല്ലേ, പൊതു വ്യത്യാസത്തെ ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഗുണിക്കുക. കഴിഞ്ഞു. 30 30 എത്രയായി? 900. 900നെ ജസ്റ്റ് 6 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി അല്ലെ. അപ്പൊ 6 9 54. എത്ര 0 കൊടുക്കുക? 2 0 കൊടുക്കുക. സോ ഇവിടുത്തെ ആൻസർ 5400 എന്നാണ്. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതിന്റെ റൈറ്റ് ആൻസർ ഉണ്ടായിരുന്നില്ല. ഓപ്ഷനകത്ത് വേറെ 2 0 കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. നമുക്ക് എത്ര മതി? 5400 മതി. അപ്പൊ ഇതെന്താണ്? ഇത്തരം ചോദ്യം വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയാണോ. സമാന്തര ശ്രേണിയിൽ മാത്രമേ നമ്മുടെ ഈ ഷോർട്ട് കട്ട് നടക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യം വരുമ്പോൾ സമാന്തര ശ്രേണി തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പൊ ഈ സമാന്തര ശ്രേണിയിലെ 30 പദങ്ങളുടെ തുക അതിനടുത്ത 30 പദങ്ങളുടെ തുകയിൽ നിന്ന് കുറച്ചാൽ എത്ര കിട്ടും എന്നോ, ആദ്യത്തെ 30 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 30 പദങ്ങളുടെ തുക എന്ന് ചോദിച്ചാലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാ? 30 തന്നിട്ടുണ്ട്, പിന്നെ ഒരു 30. അപ്പൊ 30 × 30 എന്ന് എടുക്കുക. എന്നിട്ട് അവിടുത്തെ പൊതുവ്യത്യാസം എടുക്കുക. അവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? 6. കണ്ടോ? അപ്പൊ 30 × 30 900. 900നെ 6 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 6 9 54 എന്ന് എഴുതുക. എത്ര 0 കൊടുക്കുക? 2 0 കൊടുക്കുക. അപ്പൊ ആൻസർ 5400. കഴിഞ്ഞു. ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യമാണ്. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകൾ ആണ് A B C D E എന്നിവ. താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇവയുടെ ശരാശരി എന്നാണ്. താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇവയുടെ ശരാശരി എന്ന് ചോദിക്കുകയാണ്. അപ്പോ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളെ കുറിച്ച് പറഞ്ഞിരിക്കുക. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകൾ നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതി ചെയ്യാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ എഴുതി ചെയ്യാം. അപ്പോ ഒറ്റ സംഖ്യകൾ എഴുതുമ്പോൾ ഞാൻ 11 13 15 17 19 ഇങ്ങനെ അങ്ങ് എഴുതാൻ തീരുമാനിച്ചു. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളാണല്ലോ എഴുതി. ഇവരാണല്ലോ ABCD എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് A, ഇത് B, ഇത് C, ഇത് D, ഇത് E ഇങ്ങനെ ഞാൻ അങ്ങ് എഴുതി. പ്രശ്നമുണ്ടോ? നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ തുടർച്ചയായ സംഖ്യകളായതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് ഈക്വൽ ആയതുകൊണ്ടും ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത് മിഡിൽ നമ്പർ ആയിരിക്കുമല്ലോ, മധ്യത്ത് വരുന്ന നമ്പർ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരാശരി 15 ആണെന്ന് നമുക്ക് ഉറപ്പാണ്. 11 മുതൽ 19 വരെയുള്ള ഒറ്റ സംഖ്യകൾ പരിഗണിച്ചാൽ അതിന്റെ ശരാശരി എന്ന് പറയുന്നത് മിഡിൽ നമ്പർ ആയ 15 ആണ്. സംശയമുണ്ടോ? ഇല്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നോക്കുമ്പോൾ ഈ സി എന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് അല്ലെ. മിഡിൽ നമ്പർ ആയ 15 അത് ആർക്ക് തുല്യമാണ്? സി. ഉടനെ തന്നെ നിങ്ങൾ സി കയറി അടിക്കരുത്, ജോലി തീർന്നിട്ടില്ല. ബാക്കിയുള്ള ഓപ്ഷൻസിനെ കൂടെ പരിഗണിക്കാം. ആദ്യത്തെ ഓപ്ഷൻ പറയുന്നു എ പ്ലസ് ഇ ബൈ 2 ആണ് അല്ലെ. എ എന്ന് വെച്ചാൽ ആരാണ്? 11 ആണ്. ഇ എന്ന് വെച്ചാൽ ആരാണ്? 19 ആണ്. 11ഉം 19ഉം കൂടെ കൂട്ടിയിട്ടേ 11ഉം 19ഉം കൂടെ കൂട്ടിയിട്ടേ പകുതി എടുത്താൽ ഇതിന്റെ ശരാശരി കിട്ടുമെന്നാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. 11ഉം 19ഉം കൂടെ കൂട്ടുമ്പോൾ 30 ആയില്ലേടാ. 30ന്റെ പകുതി എത്രയാ? 15. ശരിയാണല്ലോ. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ശരിയാ. ഓക്കെ, ഇനി നമുക്കറിയാം ഏത് സംഖ്യകളായാലും അവരുടെ ശരാശരി കണ്ടുപിടിക്കാൻ അവരെല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചാൽ പോരെ അല്ലെ. ഇപ്പൊ എ ബി സി ഡി ഇ അത് തുടർച്ചയായവയാവട്ടെ അല്ലാത്തതാവട്ടെ ഏതെങ്കിലും സംഖ്യകളാണല്ലോ ആണ്. ഇവരുടെ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ സംഖ്യകളെ ഒന്ന് കൂട്ടുക, എണ്ണം കൊണ്ട് ഹരിക്കുക. ഈ 5 സംഖ്യകളുടെ തുക എ ബി സി ഡി ഇ കൂട്ടിയ ശേഷം 5 കൊണ്ട് ഹരിച്ചാൽ മതി, ശരാശരിയാണല്ലോ. അതാണ് ഓപ്ഷൻ ബി. മനസ്സിലായോ? എന്ന് വെച്ചാൽ എയും ബിയും സിയും ശരിയാണ്. അപ്പൊ ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, 3ഉം ശരിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൈറ്റ് ആൻസർ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. എയും ബിയും സിയും ശരിയാണ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏത്? ഡി എന്ന ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ 3ഉം ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. 3ഉം ശരിയാണ്. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ 5 ഒറ്റ സംഖ്യകളുണ്ട് തുടർച്ചയായ. ഇവരുടെ ശരാശരിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആദ്യത്തെ എന്തായിരുന്നു? മിഡിൽ നമ്പർ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താലും എന്ത് കിട്ടും? നമുക്ക് ഈ പറയുന്ന എന്ത് കിട്ടും? മിഡിൽ നമ്പർ അല്ലെങ്കിൽ ശരാശരി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയിട്ട് അവരുടെ എണ്ണം കൊണ്ട് ഹരിച്ചാലും എന്ത് കിട്ടും? ശരാശരി കിട്ടും. അതുകൊണ്ട് തന്നെ ഇവയുടെ ശരാശരി എന്ന് പറയുന്നത് ആദ്യത്തെ 3 ഓപ്ഷനും ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാ? 4ാമത്തെ ഓപ്ഷനായ 3ഉം ശരിയാണ് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? പിടി കിട്ടിയോ? അപ്പൊ ഇതിനകത്ത് വേരിയബിൾ തന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ഒരു 5 നമ്പേഴ്സ് അങ്ങ് എഴുതുക, എന്നിട്ട് അങ്ങ് ചെയ്ത് നോക്കുക. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ അല്ലെ. വേരിയബിൾ തന്നിരിക്കുമ്പോഴാണ് പലർക്കും ആശങ്ക, അയ്യോ ഇത് ശരിയാവോ അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് വേരിയബിൾ വെച്ച് ചെയ്യാൻ കോൺഫിഡന്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്തോ. തുടർച്ചയായ സംഖ്യകളായതുകൊണ്ട് തന്നെ ശരാശരി മിഡിൽ നമ്പർ ആണ്, ശരിയാണ്. ഇവരെ 5 പേരെയും കൂട്ടിയിട്ട് 5 കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടുന്നുണ്ട്, അതും ശരിയാണ് അല്ലെ. ഇതിൽ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ ശരാശരി കിട്ടും, അതും ശരിയാണ്. അങ്ങനെ ചെയ്താലും മതിയാവും കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, 250 മീറ്റർ 320 മീറ്റർ നീളമുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ 50 കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ്. രണ്ടും പരസ്പരം കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും? ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനകത്തുള്ള ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് കുറച്ച് സമയം കളയും എന്ന് തോന്നിയ ഒരൊറ്റ ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും അത്രയും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ 2 ട്രെയിനുകൾ ഉണ്ട്. ഈ 2 ട്രെയിനുകൾക്ക് ഒരാൾക്ക് 250 മീറ്റർ നീളമുണ്ട്, അടുത്ത ആൾക്ക് 320 മീറ്റർ നീളമുണ്ട്. ഇവർ രണ്ടുപേരും 2 വേഗതകളിൽ സഞ്ചരിക്കുകയാണ്. ഏത് ദിശയിലാ? എതിർദിശയിൽ അല്ലെ. എതിർദിശയിൽ ഇവർ സഞ്ചരിക്കുന്ന വേഗത, ഒരാളുടെ വേഗത 60 km/h ആണ്, അടുത്തത് എങ്ങനെയാണ്? 50 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പരസ്പരം കടന്നു പോകാൻ എത്ര സമയം വേണം എന്നുള്ളതാണ്. ഇങ്ങനെ എതിർദിശയിൽ സഞ്ചരിക്കുമ്പോൾ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് പരസ്പരം കടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള സമയം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ, ഈ 2 ട്രെയിനുകളുടെ നീളം തമ്മിൽ കൂട്ടുക. L1 + L2 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്നിട്ടോ ഇവരുടെ വേഗതകളെ തമ്മിൽ കൂട്ടുക. ഇവരുടെ വേഗതകൾ എത്രയാ? S1 + S2 കണ്ടോ. അപ്പൊ L1 + L2നെ S1 + S2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത് കടന്നു പോകാൻ എടുത്ത സമയം കിട്ടും. ഓക്കെ, അപ്പൊ L1 + L2നെ S1 + S2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കടന്നു പോകാനുള്ള സമയം കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തന്നിരിക്കുന്ന L1 + L2 ലെങ്ത് ആണ്, ട്രെയിനിന്റെ ലെങ്ത് ആണ്. അതെങ്ങനെയാണ്? 250ഉം അതുപോലെ 320ഉം തമ്മിൽ കൂട്ടണം അല്ലെ.
അപ്പൊ നമുക്ക് കിട്ടുന്നത് 570 മീറ്റർ എന്നാണ്. ഇനി വേഗതകളെ നമ്മൾ കൂട്ടുകയാണ്. എങ്ങനെയാണ്? 60 അതുപോലെ 50. 60ഉം 50ഉം തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 110 ആണ് അല്ലെ? പക്ഷേ അത് km/h ഓർത്തോണം. മനസ്സിലായോ? അപ്പൊ 110 km/h ഏതിലേക്ക് മാറ്റണം? മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റിയാലേ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റൂ. ഓക്കെ, അപ്പൊ അത് ചെയ്യാനായിട്ടേ നമുക്ക് ഇവിടെ എന്താ മാർഗം എന്ന് വെച്ചാൽ അവിടെ ഇട്ട് കൺവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട. പകരം ഈ 570 നീളങ്ങൾ തമ്മിൽ കൂട്ടി എഴുതി 570 ഇവിടെ എഴുതി. ഇതിന്റെ താഴെ എന്ത് വേണം? വേഗതകളുടെ തുകയായ 110 എഴുതുക. ആണല്ലോ. ഈ വേഗതകൾ km/h ഇതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുക. 110നെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊടുത്താൽ പോരെ? മതി അല്ലെ? ശരിയല്ലേ? അപ്പൊ 110നോട് നമ്മൾ 5/18 ഗുണിക്കുകയാണ്. 5/18 ഇവിടെ ഗുണിക്കുന്നതിന് പകരം ഇവിടെ 5 എഴുതുക. ഓക്കെ, 18 എന്നുള്ളത് മുകളിലേക്ക് എഴുതുക. കേട്ടോ, ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്തതാ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? 110 km/h എന്ത് ചെയ്യണമായിരുന്നു? നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണമായിരുന്നു. അതുകൊണ്ട് തന്നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 5 അവിടെ 110നോടൊപ്പം എഴുതി 18 ഇവിടെ കൊടുത്തു, അതിന്റെ മുകളിലേക്ക് കൊടുത്തു. 18 താഴെ എഴുതിയാലും നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ മുകളിൽ പോകും അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇതിനകത്ത് 0 കട്ട് ചെയ്ത് കളയാം എന്നുള്ളത് മാത്രമാണ് ആകപ്പാടൊരു ആശ്വാസം. വേറൊന്നും നമുക്ക് അത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലെ? കുറച്ച് ഓപ്പറേറ്റ് ചെയ്ത് തന്നെ എടുക്കണം. അതായത് കയ്യിലുള്ള നമ്പേഴ്സ് ഇപ്പോ 57 ഉണ്ട്, അതുപോലെ 18 ഉണ്ട്. ഓക്കെ, ഇതിന്റെ താഴെ വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാ? ഇവിടെ ഒരു 11 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ 11 കൊണ്ടോ 5 കൊണ്ടോ ഈ പറയുന്ന സംഖ്യകളെ നമുക്ക് എന്ത് ചെയ്യാനില്ല? വെട്ടി ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെ? 11നെയും 5നെയും വെട്ടി ചെയ്യാൻ പറ്റുമോ? ഓക്കെ ആണോ? മുകളിൽ പറഞ്ഞ 57ഉം 18ഉം ആയിട്ട് ഒരിക്കലും ഇല്ല അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ 11ഉം 5ഉം ഉണ്ടല്ലേ? ഈ 11നെയും 5നെയും കൂടെ ഗുണിച്ചിട്ടേ നിങ്ങൾ എന്താ എഴുതുക? 55 എന്നങ്ങ് എഴുതുക. ഓക്കെ, അപ്പൊ 57 × 18 ഡിവൈഡഡ് ബൈ 55. ശരിയല്ലേ? ഇത് നമ്മൾ ഗുണിച്ച് തന്നെ റിസൾട്ടിലേക്ക് പോകേണ്ടി വരും. കാരണം എന്താ? സിംപ്ലിഫൈ ചെയ്യാനുള്ള മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സമയമെടുക്കും. ശരിയല്ലേ? അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? 57നെയും 18നെയും തമ്മിൽ ഗുണിച്ചെഴുതണം അല്ലെ? 57നെ 20 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 57 × 2 എടുക്കുക, ഒരു 0 ഇട്ട് കൊടുക്കുക അല്ലെ? അപ്പൊ 114 0 1140 കിട്ടും. അതിൽ നിന്ന് ഒരു 2 കുറച്ചാൽ മതി. 114 കുറച്ചാൽ മതി. അപ്പൊ ശരിക്കും ഇവിടെ ഗുണിക്കുമ്പോൾ 57ഉം 18ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1026 എന്നാണ് അല്ലെ? ഈ 1026 എന്ന് പറയുന്ന നമ്പറിനെ 55 കൊണ്ട് ഒന്ന് ഹരിച്ചെടുത്താൽ മതി, ആൻസർ ആയി. ശരിയല്ലേ? അപ്പൊ 1026 എന്ന് പറയുന്ന സംഖ്യ 55 കൊണ്ട് ഹരിക്കാൻ പോവാണ്. അപ്പോ ആദ്യം നമുക്ക് 102 എടുക്കാം. 102ൽ എത്ര 55 ഉണ്ട്? 102ൽ എത്ര 55 ഉണ്ട് എന്ന് വെച്ചാൽ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. കാരണം അറിയാലോ, അടുത്ത രണ്ടാമത്തെ വരണമെങ്കിൽ 110 വേണം. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ 55 പോയി കഴിഞ്ഞാൽ ഇതിൽ എത്ര ബാലൻസ് ഉണ്ട് എന്ന് നോക്കുക. 55 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 102ൽ നിന്ന് 55 കുറയ്ക്കാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? അവിടെ ആകെപ്പാട് ഒരു 47 കിട്ടത്തുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഈ 47നെ ആരോട് ചേർക്കുക? 6നോട് ചേർക്കുക. അപ്പൊ 476 കിട്ടും. 476ൽ എത്ര 55 ഉണ്ട് എന്ന് നോക്കുക. 476ൽ എത്ര 55 ഉണ്ട്? 400ൽ എത്ര എണ്ണം ഉണ്ടാവും? 400ൽ 50 എത്ര എണ്ണം ഉണ്ടാവും? 8 എണ്ണം ഉണ്ടാവും അല്ലെ? അപ്പൊ 476 വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഉറപ്പായിട്ട് എത്ര എണ്ണം ഉണ്ടാവും? 8 എണ്ണം ഉണ്ടാവും. അപ്പൊ 8 × 55 ആണ് അവിടെ വരിക. അപ്പൊ 855 അവിടെ വരുന്നുണ്ട്. അത് എത്രയാ? 440 ആണ്. ഈ 440 വന്നു കഴിഞ്ഞാൽ 440 അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 36 ഉള്ളൂ. 36ൽ നമുക്ക് 55 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഡെസിമൽ കൊടുക്കും. ശരിയല്ലേ? നിങ്ങൾ ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞതാ. അപ്പൊ 360 എന്ന് എടുക്കാൻ പറ്റും. 360ൽ എത്ര 55 ഉണ്ട് നോക്കാം. 360ൽ 60 എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 55 എത്ര എണ്ണം എടുക്കാം? 6 എണ്ണം എടുക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ രണ്ട് ട്രെയിനുകൾ പരസ്പരം കടന്നു പോകാൻ എത്ര സെക്കൻഡ് സമയം എടുക്കും? 18.6 സെക്കൻഡ് സമയമാണ് എടുക്കുന്നത്. പിടികിട്ടിയോ? അപ്പൊ ഈ രണ്ട് ട്രെയിനുകളുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടുക, അവരുടെ വേഗതകളെ തമ്മിൽ കൂട്ടുക, എന്നിട്ട് അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഇത് മാത്രമേ ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ചെലവാകുന്നത്, അല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ 18.6 സെക്കൻഡ്സ് എന്നാണ്. അടുത്ത ചോദ്യം, ഇതും കൃത്യങ്ക നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ കൃത്യങ്ക നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് രണ്ടാമത്തെ ചോദ്യമാണ് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ കൃത്യങ്ക നിയമങ്ങളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചോദ്യ പേപ്പറുകളിൽ സാധാരണ ഇത് വരാറില്ല, അല്ലെ? വന്നു കഴിഞ്ഞാൽ വരുമ്പോ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ടാണ് വരുന്നത്, ശരിയല്ലേ? അപ്പൊ അതിൽ നിന്ന് അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യങ്ക നിയമങ്ങളെ ഒഴിവാക്കി നിർത്തരുത്. ചിലപ്പോൾ അടുത്തടുത്ത 5 പരീക്ഷകൾ കൃത്യങ്ക നിയമങ്ങൾ ഉണ്ടാവൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂല? അത് നോക്കൂല, വന്നിട്ടില്ലല്ലോ. അപ്പോഴായിരിക്കും അടുത്ത പരീക്ഷയിൽ എന്ത് ചെയ്യുന്നത്, 2 ചോദ്യങ്ങളായിട്ടും 3 ചോദ്യങ്ങളായിട്ടും ഒക്കെ വരുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ 20 ചോദ്യങ്ങൾ വരുന്ന പരീക്ഷകളില്ലേ, മാത്സും മെന്റൽ എബിലിറ്റിയും കൂടെ, അത്തരം ചോദ്യ പേപ്പറുകളിൽ 3 വരെ എന്ത് വന്നിട്ടുണ്ട്? കൃത്യങ്ക നിയമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 ഈക്വൽ ടു 4/n എന്നാണ്. അയാൾ എന്നിന്റെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പോ തന്നിരിക്കുന്നതെല്ലാം 4ന്റെ പവേഴ്സ് അല്ലടാ, അല്ലെ? അപ്പൊ 4ന്റെ പവേഴ്സ് എത്ര എണ്ണം കണ്ടോ? 4/88 4/88 എല്ലാവരും ഉണ്ടല്ലേ? എത്ര പേരുണ്ട്? 4 പേരുണ്ട്, അല്ലെ? 4 പേരും സെയിം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പോ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതുകയാണെങ്കിൽ ഇതിങ്ങനെ നേരത്തെ എഴുതുന്നതിന് പകരം നമ്മൾ 4x എന്ന് എഴുതുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതുപോലെ തന്നെ ഇവരെ നമ്മൾ നേരത്തെ അങ്ങ് എഴുതാൻ പോവാ, അല്ലെ? ഇങ്ങനെ നേരത്തെ എഴുതണോ? വേണ്ട. ഇവര് 4 പേരും സെയിം ആയതുകൊണ്ട് തന്നെ ഇതിനെ 4 × 4/88 സിമ്പിൾ ആയിട്ട് എഴുതുക. 4 × 4/88 വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോടാ, ഇത് 4 ഒരു തവണ വന്നതല്ലേ? അപ്പൊ 4/1 × 4/88 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. ഗുണനത്തിന്റെ നിയമം അനുസരിച്ച് 4/m × a/n = a/m + n എന്ന് നമ്മൾ പറയാറില്ലേ? പറയാറുണ്ട്. അതനുസരിച്ചാണെങ്കിൽ ഇതിനെ നമുക്ക് 4/89 എന്ന് എഴുതിക്കൂടെ, അല്ലേ? നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ വാല്യൂ എന്ന് പറയുന്നത് 4/n ആണെന്നാണ്. 4/89 എന്ന് പറയുന്ന 4/n ആണ്. അതുകൊണ്ട് തന്നെ n എത്രയാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയുക? 89. എന്നിന്റെ മൂല്യം എത്രയാണ്? 89. തെറ്റിക്കരുത്. നല്ല ചോദ്യമാണ്. പിടികിട്ടിയോ? ഇവിടെ എന്താണ്? എത്ര പീസ് ഉണ്ടായിരുന്നു? 4 പീസ് ഉണ്ടായിരുന്നു ഒരുപോലെയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ 4 പേരെ ഒരുമിച്ചെടുക്കുന്നു. അപ്പൊ 4 × 4/88 എന്ന് എഴുതാം, അല്ലെ? ഈ 4ന്റെ പവറിൽ ആര് വരുന്നു? 1 വരുന്നു, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഇവരെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 4/1 + 88 89 എന്നാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്നിന്റെ വില എത്ര എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പറയാം 89. തെറ്റുമോ? സിമ്പിൾ ചോദ്യം, അതിനകത്ത് വേറെ ഒന്നും ആലോചിക്കാനില്ല, ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഒറ്റയാനാര്. ഇത് ഒരുപാട് പേർക്ക് പരീക്ഷാ ഹാളിൽ പണി തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പേർക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന നമ്പർ സീരീസ് ആണ്, അല്ലെ? ആദ്യം 3 സംഖ്യകൾ, അടുത്ത 3 സംഖ്യകൾ, ഇങ്ങനെ സെറ്റായിട്ട് തന്നിട്ട് ഇതിനകത്തുനിന്ന് ഒറ്റയാനെ കണ്ടെത്താൻ നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത് ഇതിനകത്തോ എല്ലാം ഒറ്റ സംഖ്യകളാണോ, എല്ലാം ഇരട്ട സംഖ്യകളാണോ, അഭാജ്യ സംഖ്യകളുണ്ടോ, അല്ലെ? അല്ലെങ്കിൽ പൈതഗോറസ് തിയറം ഒബേ ചെയ്യുന്നുണ്ടോ? ഇതുവരെയാണ് പരമാവധി നമ്മൾ ചെയ്യുക, അല്ലെ? അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് പറ്റില്ല, പലരും ചെയ്യാറില്ല, അല്ലെ? എന്നാൽ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള സീരീസ് ആണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നു. ഇത്തരത്തിലുള്ള നേരത്തെ ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് നോക്കാം. 7 4 9 എങ്ങനെ വന്നതെന്നറിയോ? 7ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2 ആണ്, അല്ലെ? 7ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 2ന്റെ സ്ക്വയർ 4. അപ്പൊ അത് ഓക്കെ, യെസ്. അതുപോലെ ഇവിടെ 13 7 വന്നിട്ടുണ്ട്. 13ഉം 7ഉം തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട്, അല്ലെ? 13ഉം 7ഉം തമ്മിൽ ഒരു അകലമുണ്ട്. അതെത്രയാ? 6 ആണ്, അല്ലെ? 6ന്റെ സ്ക്വയർ 36. തെറ്റായില്ലേ? ആണ്. അടുത്ത് നോക്കുമ്പം 5ഉം 25ഉം 9ഉം ആണ്. അപ്പൊ 5ന്റെയും 9ന്റെയും ഒരു വ്യത്യാസം എത്ര നോക്കിയടാ? 4 ആണ്. കണ്ടോ? 5ന്റെയും 9ന്റെയും വ്യത്യാസം 4 ആണ്. പക്ഷെ 4ന്റെ സ്ക്വയർ അല്ല 25. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി, ശരിയല്ലേ? അടുത്തത് 11ഉം 7ഉം വന്നിട്ടുണ്ട്. 11ന്റെയും 7ന്റെയും വ്യത്യാസം എത്രയാ? അത് 4 ആണ്, അല്ലെ? 4ന്റെ സ്ക്വയർ 16. കറക്റ്റ് ആയിട്ട് വന്നു. പിടികിട്ടിയോ? അപ്പൊ ആദ്യത്തെ A B D ഇവരെ ഇത്രയും പേരെ പരിഗണിച്ചപ്പോ ഇവർക്കെല്ലാം ഒരു പൊതു സ്വഭാവം ഉണ്ട്.
ആ പൊതു സ്വഭാവം ഇല്ലാത്ത ആളിനെയാണ് നമ്മൾ ഒറ്റയാൻ എന്ന് പറയുക, അല്ലെ? കൂട്ടത്തിൽ പെടാത്ത ആള് ഒറ്റയാൻ എന്നൊക്കെ പറയുന്ന ആരാണ്? പൊതു സ്വഭാവം ഇല്ലാത്ത ആളിനാണ്, അല്ലെ? അപ്പൊ പൊതു സ്വഭാവം ഇല്ലാത്ത ആള് ഇവിടെ ആരായിരുന്നു? സി ആയിരുന്നു. അതുകൊണ്ട് ഒറ്റയാനെ കണ്ടെത്തി. അപ്പൊ അതിനകത്ത് എടുത്തിരിക്കുന്ന രീതി എന്താണെന്ന് മനസ്സിലായോ? ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ വ്യത്യാസം എടുത്തു, അവരെ സ്ക്വയർ ചെയ്തു. ആ രീതിയിൽ പരിഗണിച്ചാൽ മതിയാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? സി ആണ് നമ്മുടെ ആൻസർ. തെറ്റുവോ? ഇല്ല. ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകും? ഒരു ക്ലോക്കിനെ നമ്മൾ കണ്ണാടിക്ക് നേരെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ അതിന്റെ പ്രതിബിംബത്തിലെ സമയവും ക്ലോക്കിലെ സമയം എത്ര തവണ തുല്യമാകും? ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. എത്ര തവണയാ? 4 തവണ. എപ്പോഴൊക്കെയാ? 12 മണി സമയം വരുമ്പോ, 12 മണി രാവിലെ അല്ലെങ്കിൽ അർദ്ധരാത്രിയിലും അതുപോലെ നട്ടുച്ചയ്ക്കും വരുമ്പോ ഈ രണ്ട് സമയത്തും ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ പ്രതിബിംബത്തിലെ സമയം മാറുന്നത് സൂചികൾ ലെഫ്റ്റും റൈറ്റും നിൽക്കുന്ന സമയത്താണല്ലോ, അല്ലെ? ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് തോന്നും, റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ 12 മണിയുടെ ആ ഒരു സമയത്ത് സൂചികൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ തിരിയുന്നില്ല, സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 12 മണികളിൽ വരുമ്പോ 2 തവണ ഇത് സെയിം ആകും. അത് കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സമയം ഏതാന്ന് വെച്ചാൽ 6 മണിയാണ്, അല്ലെ? 6 മണിയിൽ വരുമ്പോഴും സൂചികൾ എങ്ങനെയാണ്? സ്ട്രൈറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്, പക്ഷെ അവരെങ്ങനെയാണ്? വെർട്ടിക്കൽ ആയിട്ടാണ്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ലെഫ്റ്റും റൈറ്റും നമ്മളെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 6 മണിയിൽ, അല്ലെ, രാവിലെ 6 മണിയും വരും, വൈകുന്നേരം 6 മണിയും വരും. അപ്പൊ ഒരു ദിവസത്തിൽ എത്ര തവണയാണ് പ്രതിബിംബത്തിലെ സമയവും ക്ലോക്കിലെ സമയവും സെയിം ആകുന്നത് എന്ന് ചോദിച്ചാൽ 4 തവണ. തെറ്റിപ്പോകരുത്. ഓപ്ഷനകത്ത് 2 തന്നാൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? പലരും ശ്രദ്ധിക്കാതെ അത് കയറി ഇങ്ങ് അടിക്കും, അങ്ങനെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? 4 ആണ്. അടുത്ത ചോദ്യം ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കുകളാണ്. അപ്പൊ അതിനകത്തുനിന്ന് ഇൻറ്റു എന്ന ചിഹ്നം പ്ലസിനെയും പ്ലസ് എന്ന ചിഹ്നം ഡിവിഷനെയും മൈനസ് ചിഹ്നം ഇൻറ്റുവിനെയും ഡിവിഷൻ ചിഹ്നം മൈനസിനെയും സൂചിപ്പിച്ചാൽ താഴെ തന്ന പ്രസ്താവനയിൽ തെറ്റേത്? 4 പ്രസ്താവനകളുണ്ട്. ഇതിൽ ഏതോ ഒരെണ്ണം ഈ റൂൾ അനുസരിച്ച് തെറ്റിപ്പോകുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിൽ ഏത് പ്രസ്താവനയാണ് തെറ്റിപ്പോകുന്നത് എന്ന് നമുക്ക് കണ്ടെത്താം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളിലെയും ചിഹ്നങ്ങൾ ഒരുപോലെയാണ്. കണ്ടോ? ആദ്യത്തെ എല്ലാം ഇൻറ്റു ആണ്, അത് കഴിഞ്ഞ് മൈനസ് വരുന്നുണ്ട്, പിന്നെ പ്ലസ് വരുന്നുണ്ട്, ഡിവിഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് ആര് മാത്രമേ മാറിയിട്ടുള്ളൂ? നമ്പേഴ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ. അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആട്ടോ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഈ എഴുതിയിരിക്കുന്ന ചിഹ്നങ്ങളല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നമ്മളൊരു പ്രത്യേക രീതിയിൽ ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ കണ്ടോ? അപ്പൊ ആദ്യത്തെ ഓപ്ഷനിൽ ആരുണ്ട്? ഇൻറ്റു മൈനസ് പ്ലസ് ഡിവിഷൻ എല്ലാം ഉണ്ടല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഇൻറ്റു എന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻറ്റു എന്ന ചിഹ്നം ആരെ സൂചിപ്പിക്കുന്നു? പ്ലസിനെ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇൻറ്റു ചിഹ്നം ഉപയോഗിക്കുന്നത്, അല്ലേ? അത് കഴിഞ്ഞ് മൈനസ് ചിഹ്നം ആരെ സൂചിപ്പിക്കുന്നു? ഇൻറ്റുവിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ ചിഹ്നം ഇൻറ്റു. അത് കഴിഞ്ഞ് പ്ലസ് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഡിവിഷനെ സൂചിപ്പിക്കുന്നു. പ്ലസ് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഡിവിഷനെ സൂചിപ്പിക്കുന്നു. പിന്നെ ഡിവിഷന്റെ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മൈനസിനെ സൂചിപ്പിക്കുന്നു. ഇത്രയും നമുക്ക് എഴുതാൻ പറ്റുമോ? ഇത് ഇത്രയും എഴുതിയാൽ നമ്മുടെ പകുതി ജോലി തീർന്നു. ഇപ്പൊ പ്ലസ് ഇൻറ്റു ഡിവിഷൻ മൈനസ് എല്ലാ സ്ഥലത്തും ഇതേ ക്രമം തന്നെ പാലിക്കുന്നത് കൊണ്ട് അവിടെ എല്ലാ സ്ഥലത്തും ഞാൻ അത് തന്നെ എഴുതുകയാണേ. പ്ലസ് ഇൻറ്റു ഡിവിഷൻ മൈനസ്. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത സ്ഥലത്ത് പ്ലസ് ഇൻറ്റു ഡിവിഷൻ അതുപോലെ മൈനസ്, അതുപോലെ പ്ലസ് ഇൻറ്റു ഡിവിഷൻ മൈനസ്. ചെയ്തല്ലോ? ചെയ്തു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് ഇട്ട് നോക്കാൻ പോവാണേ. ആദ്യത്തെ ഓപ്ഷനിൽ നിന്ന് 6, 4, 5, അതുപോലെ 2, പിന്നെ 1. ഇനി ബോർഡ് മാസ് റൂൾ അനുസരിച്ച് അതിന്റെ ഉത്തരം കണ്ടെത്തി നോക്കണം. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് നമ്പർ വരുന്നുണ്ടോ? ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അല്ലെ? അപ്പൊ ഇവിടെ 5, 2, 5ഉം 2ഉം തമ്മിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇങ്ങനെ എഴുതുകയാണേ, 4 ഇൻറ്റു 5/2 എന്ന് എഴുതുകയാണ്. പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. കാരണം 5നെ നമുക്ക് 2 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഓക്കെ.
ഇവിടെ എന്ത് വന്നു? ഒരു പ്ലസ് വന്നു, ഇവിടെ 6 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ 4നെയും ഈ 2നെയും കൂടെ നമുക്ക് ധൈര്യമായിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? ഇവിടെ 2 കിട്ടും. അപ്പൊ 2 × 5 10 കിട്ടും. 10നോട് 6 കൂട്ടിയാൽ 16. 16ൽ നിന്ന് 1 പോയാൽ 15. കണ്ടോ? ഇത് കറക്റ്റാ. കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടി. അടുത്ത ഓപ്ഷനിൽ ചെല്ലുമ്പോൾ നമ്പേഴ്സ് എടുക്കുകയാണ്. 6 അല്ലെ, 4 6 4, പിന്നെ ആര് വന്നു? 5 വന്നു, പിന്നെ ആര് വന്നു? 2 വന്നു, പിന്നെ 2ഉം വന്നു. ഓക്കെ, ഇവിടെ നമുക്ക് സെയിം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാ? 6 പ്ലസ് 4 × 5/2 എഴുതാമല്ലോ അല്ലേ, -2. ഈ 4നെയും ഈ 2നെയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 2 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ 5ഉം 2ഉം 10 കിട്ടും അല്ലെ. 10നോട് 6 കൂട്ടിയാൽ 16. 16ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 14 കിട്ടും. അപ്പൊ 14 കിട്ടി. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റാ. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷനിലേക്ക്. നമ്മളിപ്പോ സി ഓപ്ഷനാ ചെയ്ത കേട്ടോ. അടുത്തത് ബി ഓപ്ഷനിലേക്ക് വരികയാണ്. ബി ഓപ്ഷനില് 5 വന്നു, 4 വന്നു, പിന്നെ 5 വന്നു, 2 വന്നു, 1 വന്നു. അത് എഴുതി കഴിഞ്ഞേ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാ? 5 പ്ലസ് 4 × 5/2 -1. ശ്രദ്ധിക്കണേ. അപ്പൊ ഈ 4ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്യുക, 2. അപ്പൊ 2 × 5 10. 10നോട് 5 കൂട്ടിയാൽ 15 അല്ലേ. 15ന്ന് 1 പോയാൽ എത്രയാ? 14. കറക്റ്റ് ആയല്ലോ. മനസ്സിലായോ? അപ്പൊ ഇവര് 3 പേരും കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പിക്കുന്നു നമ്മുടെ ആൻസർ ഏതാ? ആൻസർ ഡി ആയിരിക്കും. ഇതിൽ സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റായിട്ടേ വരത്തുള്ളൂ. കാരണം ആദ്യത്തെ 3 പേരും എന്തായി? റൈറ്റ് ആയി. നമുക്ക് തെറ്റായതായിരുന്നു ആവശ്യം. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അത് ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ 6ഉം 4ഉം 5 2 3 നമ്മൾ നേരത്തെ പോലെ തന്നെ കൊടുത്തു. അപ്പൊ നമ്മൾ എന്തെഴുതി? 6 പ്ലസ് 4 × 5/2 അല്ലെ, -3. 4നെയും ഈ 2നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. 2 × 5 10, 10 6 16. 16ൽ നിന്ന് 3 പോയാൽ 13. കണ്ടോ? ഇവിടെ 12 ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഏത് സ്റ്റേറ്റ്മെന്റ്? ഡി ഓപ്ഷനിൽ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാ. മനസ്സിലായോ? ഇവിടെ കുറച്ച് സമയം എടുത്തേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സമാധാനമായിട്ട് എഴുതിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് എന്ത് പറ്റില്ല? നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ഒന്നും പറ്റില്ല. എഴുതി തന്നെ ചെയ്താലേ ഉത്തരത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഏതാ? ഡി ആണ്. ഇതാണ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ അല്ലെ. ഇത് നമ്മൾ മെന്റൽ എബിലിറ്റി പാർട്ടില് സിലബസിൽ കാണുന്നതല്ലേ. അതെ, അത് തന്നെയാണ് സംഗതി. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ, ഈ ഒരു 10 ചോദ്യങ്ങളാണ് നിങ്ങൾക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി തരാമെന്ന് വിചാരിച്ചത്. കാരണം ചോദ്യങ്ങളെല്ലാം നല്ല നിലവാരമുള്ളതായിരുന്നു. മാത്രമല്ല ആ 2 ചോദ്യങ്ങളിലെ ഓപ്ഷനിലെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ നന്നായിട്ട് ഒരുവിധം മാത്സ് നോക്കി പോയിട്ടുള്ള ഒരാളിന് 10 മാർക്കും അടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിനകത്തുള്ള 10 ചോദ്യങ്ങളും തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് സെറ്റാക്കി പൊക്കോ. അടുത്ത പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കണക്ഷൻ തന്നെ ഒരു ചോദ്യത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ അതിന്റെ ഉത്തരത്തിലേക്ക് പോകാൻ ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫാക്ട് ഉപകരിച്ചാൽ അത്രയും സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻട്രിയുടെ തന്നെ അടുത്ത കൊല്ലത്തെ 2025 വരാനുള്ള പുതിയ പുതിയ പരീക്ഷകൾക്കായിട്ടുള്ള കോഴ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് നിങ്ങൾക്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് ലഭ്യമാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.